ഗൾഫ് മേഖലയിലെ എല്ലാ വീടുകളിലും കെട്ടിടങ്ങളിലുമുള്ളതാണ് AC-കൾ. അതിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കണ്ണൂരുകാരനായ ഒരു പയ്യൻ പുതിയ ലക്ഷ്യത്തിലേക്ക് കുതിച്ചു. അത് പിന്നീട് സൃഷ്ടിച്ചത് അദ്ദേഹത്തിൻ്റെ വിപ്ലവമായിരുന്നു. അതിൻ്റെ കഥയാണ് ഇനി പറയുന്നത്. എൻ്റെ പേര് റിയാസ്. ഞാൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. സൗദിയിലെ ജിദ്ദയിൽ പ്രസിദ്ധമായ ബ്രീസ് എയർ കണ്ടീഷനിംഗ് കമ്പനിയുടെ മേധാവിയും സ്ഥാപകനുമാണ് റിയാസ് KM. ജിദ്ദയിലെ പൊതുരംഗത്തും വിവിധ പ്രൊഫഷണൽ ബിസിനസ് പ്ലാറ്റ്ഫോമുകളിലും സജീവമാണ് അദ്ദേഹം. കഴിഞ്ഞ വർഷത്തെ മീഡിയ വൺ ബിസിനസ് എക്സലൻസ് പുരസ്കാരം സ്വന്തമാക്കിയ റിയാസിന്റെ ജീവിതം അല്പം വ്യത്യസ്തമാണ്. വന്ന വഴിയും ഒരിക്കലും മാച്ചാകാത്ത വഴിയാണ്. സൗദിയിൽ വിജയം കൊയ്തവരുടെ കഥ പറയുമ്പോൾ അതിൽ വേറിട്ട് നിൽക്കും ശീതളക്കാറ്റ് പോലെ റിയാസിന്റെ കഥ. ബ്രീസ് എന്നാൽ മന്ദമാരുതൻ എന്നൊക്കെ പറയാം. അതുപോലൊരു ചിരി ചുണ്ടിലൊളിപ്പിച്ച് ഈ കണ്ണൂരുകാരൻ അക്കഥ പറയുകയാണ്. കണ്ണൂരിൽ നിന്നായിരുന്നു റിയാസിന്റെ പഠനം. UAE-യിലേക്ക് കോളേജ് കഴിഞ്ഞതോടെ ഉപ്പ എത്തിച്ചത് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി. പക്ഷേ മനസ്സിൽ മറ്റൊന്നായിരുന്നു. അപ്പം എനിക്ക് ഈ ഏവിയേഷൻ എയർലൈൻസ് ഒക്കെ ഇങ്ങനെ തലക്ക് പിടിച്ചിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. ആ സമയത്ത് ഈ കലീസ് ടൈംസിൽ ന്യൂസ് പേപ്പറിൽ ആഡ് വരും, ഈ വേക്കൻസി. ഞാനിങ്ങനെ ഓരോന്ന് അപ്ലൈ ചെയ്യും. എവിടുന്ന് ഇൻ്റർവ്യൂ കോളൊന്നും വരില്ല. ഒരു ദിവസം ഒരു കോൾ വന്നു. ഞാൻ ഈ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഒരു 300-350 പേര് ഇങ്ങനെ അവിടെ ഹാളിൽ ഇങ്ങനെ ക്യൂ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ മാത്രം അവിടെ സൂട്ടിടാത്ത ഒരാളുടെ ഒരു ഷർട്ടും ടൈയും ഇൻസൈഡും ആക്കിയിട്ട് കയറിപ്പോയപ്പം ആ ക്രൗഡ് മൊത്തം എന്നെ നോക്കിയ ആ ഒരു നിമിഷം എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. ഞാൻ വേർത്തൊലിച്ച് നേരെ ടോയ്ലറ്റിൽ പോയിട്ട് കുറേ നേരം ഇരുന്നിട്ടാണ് പിന്നെ പുറത്തേക്ക് വന്നത്. ട്രസ്റ്റ് മീ, അതാണ് എൻ്റെ ആദ്യത്തെ ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂ ആൻഡ് ഐ ഗോട്ട് ദാറ്റ് ജോബ്. 2003 മുതൽ ക്യാബിൻ ക്രൂവായി പുതിയ ചിറക്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അങ്ങനെ പറന്നെത്തി. എയർക്രാഫ്റ്റ് ക്രൂ മെയിൻ്റനൻസ് ഇൻഷുറൻസ് കമ്പനിയിലായിരുന്നു ജോലി. ലീസ്ഡ് കമ്പനിയാണ്. അപ്പം മറ്റുള്ള എയർലൈനിൻ്റെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പോയി ഫ്ലൈ ചെയ്യും. അപ്പോൾ ഞാനൊരു എയർ ഇന്ത്യക്ക് ഫ്ലൈ ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷ് എയർവേസിന് ഫ്ലൈ ചെയ്തിന്, എയർ കാനഡയ്ക്ക് ഫ്ലൈ ചെയ്തിന്. അപ്പോൾ അവരൊക്കെ നമ്മളെ കമ്പനിയായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ നമ്മൾ യൂണിഫോം മാറും, നമ്മൾ ട്രെയിനിങ് മാറും. അവരെ സ്റ്റാൻഡേർഡിനനുസരിച്ച് നമുക്ക് എക്സ്ട്രാ ട്രെയിനിങ് കിട്ടും. ഒരു 2009 വരെ കറങ്ങലനായിരുന്നു. മികച്ച അവസരങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഇതിൽ നിന്നെടുത്ത പുതുവഴിയാണ് പുതിയ സംരംഭത്തിലേക്ക് റിയാസിനെ എത്തിച്ചത്. പക്ഷേ എന്തുകൊണ്ടാണ് ക്യാബിൻ ക്രൂ ജോലി വിട്ടതെന്ന ചോദ്യത്തിന് ഉത്തരം ഇതാണ്. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പപ്പുവ ന്യൂഗിനിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു 6 മാസം ഉണ്ടായിരുന്നു. അവിടെ എക്സ്ട്രീം ഹോട്ടും ആ ഒരു സമ്മർ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങളത്. പെട്ടെന്ന് നമ്മളെ കമ്പനി കോൺട്രാക്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിലേക്ക് മാറി. അവിടെ എത്തിയപ്പോൾ അവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഞാൻ കൊണ്ടുപോയ ക്ലോത്ത്സ് ഒന്നും എനിക്ക് അവിടെ ഒരു ഉപകാരമില്ലാത്തത്. അപ്പോൾ വീണ്ടും ഒരു പുതിയൊരു ലൈഫ് സെറ്റ് ചെയ്യുന്ന പോലെ. അപ്പോൾ ഒരു ബേസ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും എവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൽ കൺഫ്യൂഷൻ ആയതുകൊണ്ട് ബ്രദറും ഫാമിലിയൊക്കെ എവിടെയാണ്, അങ്ങനെ സൗദിയിലെത്തി. പിന്നീട് ചെന്നു കയറുന്നത് പുത്തൻ മേഖലയിൽ HVAC അഥവാ ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് രംഗത്തേക്ക്. ഈ രംഗത്തെ മുൻനിര ബ്രാൻഡ് കമ്പനികളുടെ HVAC സംവിധാനം തകരാറിലാകുമ്പോൾ പരിഹാരം കാണുകയായിരുന്നു ബ്രീസ്. സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം വൻ തുക ചിലവ് വരുന്ന ഈ അറ്റകുറ്റപ്പണികളും റീസ്റ്റോറിങ്ങുമെല്ലാം കുറഞ്ഞ നിരക്കിൽ പ്രൊഫഷണൽ രീതിയിൽ പൂർത്തിയാക്കി നൽകുക എന്നതായിരുന്നു ബ്രീസിന്റെ ഉദ്യമം. സംരംഭം വൻ വിജയമായി. പക്ഷേ തലസ്ഥാനമായ റിയാദ് ഒഴിവാക്കി പകരം മക്ക പ്രവിശ്യയിലെ ജിദ്ദ എന്തിന് ഓഫീസ് ആസ്ഥാനമായി തിരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം വ്യക്തമായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കൺസംഷൻ ഉള്ള 2 സ്ഥലം, ഒന്ന് മക്കയും ഒന്ന് മദീനയാണ്. മക്കത്ത് എത്ര ഹോട്ടൽ ഉണ്ടെന്നുള്ളത് നമ്മൾ ഗൂഗിൾ ചെയ്താൽ തന്നെ അറിയാം. സോ ജിദ്ദ ഈസ് ദ റൈറ്റ് സ്പോട്ട് ടു റീച്ച് മക്ക ആസ് വെൽ ആസ് മദീന. ഈ 2 സ്പോട്ടിൽ നിന്നാണ് നമ്മൾ ഒരു 70% ബിസിനസ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
സൗദിയിലെ പുതിയ സാഹചര്യം ഏറ്റവും മികച്ച അവസരമാണ് ബ്രീസിന് ഒരുക്കുന്നത്. മുന്നേ നമ്മൾ എന്ത് പ്രോജക്റ്റ് കൊടുത്തതിനാലും, എത്ര പെർഫെക്റ്റ് ആയിട്ട് പ്രോജക്റ്റ് കൊടുത്തതിനാലും അവർ പറയും നിങ്ങളെ പ്രൈസ് കൂടുതലാണ്, നിങ്ങൾ അവരെക്കാളും കുറച്ച് നിങ്ങളെ കൂടുതലാണ് പറയും. പക്ഷേ ഈ അവരെക്കാളും കൂടുതലാണെന്ന് പറയുമ്പം ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ ഒന്നും ഉണ്ടാവില്ല. നമ്മളെന്താ കൊടുക്കുന്നത് അവരെന്താ കൊടുക്കുന്നതെന്നൊന്നും നമുക്ക് അവരുടെ അടുത്ത് പറയാനും പറ്റില്ല. ഈഗോ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ ഈ യങ് സൗദി ഡിസിഷൻ മേക്കേഴ്സ്, ദേ ആർ ഫ്രണ്ട്ലി, ദേ നോ what they want from the project and they know exactly whom they are dealing with. ഇതിനു പുറമെ 2 ബ്രാഞ്ചുകൾ കൂടി റിയാസിനുണ്ട്. ഞങ്ങളിപ്പം ഫൈറൂസ് ഹോളിഡേയ്സും ഓർബിറ്റും ആണ് ഞങ്ങൾ ഡൈവേഴ്സിഫൈ ആയിട്ട് ചെയ്തിട്ടുള്ള 2 കമ്പനികൾ. ഫൈറൂസ് ഹോളിഡേയ്സ് ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ഹോളിഡേ പാക്കേജസ് സെറ്റ്. ഓർബിറ്റ് പ്യുവർലി അഡ്വർടൈസിങ് കമ്പനിയാണ്. അഡ്വർടൈസിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വർക്കും ഓർബിറ്റിൽ ചെയ്യുന്നുണ്ട്. സൗദിക്കൊപ്പം വളരാൻ തന്നെയാണ് റിയാസിന്റെ തീരുമാനം. ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു കംപ്രസർ റെട്രോഫിറ്റിംഗ്, ഓവർഹോളിംഗ് അല്ലെങ്കിൽ കംപ്രസർ റീമാനുഫാക്ചറിങ് വർക്ക്ഷോപ്പ് നമ്മളൊരു നെക്സ്റ്റ് പ്രോജക്റ്റാണ്. US ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയുമായിട്ട് ഞങ്ങളിപ്പോൾ ഒരു ടൈപ്പ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മക്ക മദീനയിലുള്ള കംപ്ലീറ്റ് ഹോട്ടലിൽ യൂസ് ചെയ്യുന്ന ഹെവി കംപ്രസേഴ്സ് അണ്ടർ വാറണ്ടി കഴിഞ്ഞാൽ അവരത് റീപ്ലേസ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് അവർക്ക് വരുന്നുണ്ട്. ആൻഡ് വിച്ച് ഈസ് വെരി കോസ്റ്റ്ലി. അത് നമ്മൾ ഇവിടെ നിന്ന് തന്നെ റെട്രോഫിറ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഒരു എക്കണോമിക്കൽ ഫ്രണ്ട്ലി പ്രൈസിങ്ങും ആയിരിക്കും. അതുമാത്രമല്ല അത്രയും വേസ്റ്റ് ഒഴിവാക്കാനും വേണ്ടി പറ്റും. അതാണ് നമ്മളൊരു ഡ്രീം പ്രോജക്റ്റ്. അവസരങ്ങളും സാധ്യതകളും ഉപയോഗപ്പെടുത്തൽ, അതിനായി നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിക്കൽ, ഇതെല്ലാമാണ് ബ്രീസിനെ ജനകീയമാക്കിയത്. അസാധാരണമായ നേട്ടം സൃഷ്ടിച്ച ഈ മേഖലയിൽ ഇങ്ങനെ പറന്നുയരാൻ റിയാസിനെ പ്രാപ്തമാക്കിയത് കുടുംബവും സ്ഥാപനത്തിലെ സഹപ്രവർത്തകരും ഒന്നിച്ചു നിന്നാണ്.